ഇതുപോലെ ഇവിടെ രണ്ട് മരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. അള്ളാഹു ജനിച്ച് ജീവിച്ചത് കേരളത്തിലായിരുന്നെങ്കിൽ അതിൽ തേങ്ങ വൽ മാങ്ങ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷേ ഇവിടെ അറേബ്യയിലായതുകൊണ്ട് അത്തിയും ഒലീവും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഈ വെറും ഒരു മരത്തിനെക്കുറിച്ചാണ് ഈ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അള്ളാഹുവിനെ വലുതാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം മുഫസ്സിറുകൾ അതിന് കുറച്ചും കൂടെ വലിയ അർത്ഥമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര വലിയ അർത്ഥം കൊടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെറൂസലേം പട്ടണമാണെന്നും അത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡമാസ്കസ് പട്ടണമാണെന്നും തുടർന്ന് വരുന്ന സീനീൻ എന്ന് പറയുന്നത് മൂസാ നബിക്ക് കിതാബ് കൊടുത്ത സീനാമലയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യാഖ്യാനങ്ങൾ. എന്തായാലും അള്ളാഹു പതിവ് പോലെ ഈ ഭൂമിയിലുള്ള കുറേ വസ്തുക്കൾ എടുത്തിട്ട് സത്യം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സത്യം ചെയ്യലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് അയാൾക്ക് തന്നെ തോന്നുമ്പോഴാണ് സത്യം ചെയ്തൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലാതെ പറയുന്ന കാര്യം വളരെ കൃത്യമാണ് എന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സത്യം ചെയ്തൊന്നും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അള്ളാഹുവിന് തന്നെ മൂപ്പര് പറയുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു ബോധ്യം വന്നിട്ടില്ല എന്നും, അതല്ലെങ്കിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യം വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നും കരുതി മൂപ്പര് ഇങ്ങനെ സത്യം ചെയ്ത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സത്യം ചെയ്യാൻ മൂപ്പര് എടുത്ത് പൊക്കിക്കാട്ടുന്ന സാധനങ്ങളാണെങ്കിൽ വളരെ ദുർബലമായ വളരെ ചെറിയ ഭൗതിക വസ്തുക്കളുമാണ്. അപ്പോൾ ഒരാൾ സത്യം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ ആ കാര്യം അയാളെക്കാളും കുറച്ചും കൂടെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനെയാണ് പൊതുവേ നമ്മളൊക്കെ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇത് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ വിലപ്പെട്ടതാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം വെച്ചുകൊണ്ടാണ് സാധാരണ സത്യം ചെയ്യുക. ഇപ്പോൾ ഖുറാനും ബൈബിളും ഒക്കെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ഈ സത്യം ചെയ്യുന്ന വ്യക്തിയേക്കാൾ ആ സമൂഹം, അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം അതിനേക്കാൾ വലുതാണ് ഈ ഖുറാനും അല്ലെങ്കിൽ ബൈബിളും എന്നൊക്കെ കരുതുന്നത് കൊണ്ടാണ് ബൈബിളും ഖുറാനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കോടതിയിലൊക്കെ സത്യം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അള്ളാഹു എന്ന പ്രപഞ്ചത്തിൻ്റെ പരമാധികാരമുള്ള സൃഷ്ടാവായിട്ടുള്ള ഒരു ദൈവം ഈ അത്തിയും ഒലീവും ചക്കയും മാങ്ങൻ്റണ്ടിയൊക്കെ പെറുക്കി കാണിച്ചിട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കോമഡി തന്നെയാണ്. അപ്പോൾ അത് അന്നത്തെ അറബികൾക്ക് തന്നെ അത് തോന്നിയത് കൊണ്ടായിരിക്കാം അത് വ്യാഖ്യാനം കൊണ്ട് കുറച്ചും കൂടെയൊക്കെ വലുതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജെറൂസലേം പട്ടണം, ഡമാസ്കസ് പട്ടണം എന്നൊക്കെ പറഞ്ഞ് വലുതാക്കാൻ